കാര്യങ്ങളൊക്കെ എവിടം വരെ ആയിടോ? ആ സർ, അറിയാമല്ലോ, ഒരു പ്രീ പ്ലാനിങ്ങും ഇല്ലാത്ത ചടങ്ങായതുകൊണ്ട് പ്രത്യേകിച്ച് ആരെ അങ്ങനെ ക്ഷണിക്കാൻ പറ്റിയിട്ടില്ല. എന്തിനും വരന്റെ അച്ഛനായ അങ്ങയ്ക്ക് പോലും പങ്കെടുക്കാൻ പറ്റുന്നില്ലല്ലോ. മഹേന്ദ്രൻ ധൃതി പിടിച്ചോണ്ട് മാത്ര എന്റെ ആബ്സൻസിൽ ഈ നിശ്ചയത്തിന് ഞാൻ സമ്മതം മൂളിയത്. തനിക്കറിയാലോ എന്റെ അവസ്ഥ. ഞാൻ ഇന്നിവിടുന്ന് മാറിയാൽ കോടികളുടെ നഷ്ട. കോൺട്രാക്ട് മറിച്ചു കൊടുത്ത് പുതിയ ഡീൽ ഉറപ്പിക്കുമ്പോ കമ്മീഷൻ കൈയോട് മേടിക്കണം, അല്ലെങ്കിൽ ആ പണം ഗോവിന്ദ. അധികാര കസേര എപ്പോഴാ തെറിക്കുന്നെന്ന് അറിയില്ലല്ലോ. കാര്യങ്ങൾ ഭംഗിയായി നടക്കട്ടെ. എന്റെ മനസ്സ് നിങ്ങളോടൊപ്പം ഉണ്ട്. മക്കളുടെ കല്യാണം നമുക്കൊരു ഉത്സവം ആക്കാടോ. ഷുവർ സർ. ഓക്കെ സർ, താങ്ക് യു. അതെ, മഹേന്ദ്രനൊക്കെ പുറപ്പെട്ടു. ആണോ? അശ്വതി എവിടെ? അവളകത്ത് ചടഞ്ഞൂടി ഇരിപ്പ. ചെവിക്കല്ലടിച്ച് പൊട്ടിക്കാൻ വേണ്ടത്. പെട്ടെന്ന് റെഡിയാവാൻ പറ. അവരൊക്കെ ഇപ്പൊ എത്തൂല്ലേ? രാജേന്ദ്ര, ഇനി കിളവൻ ഈ നേരത്തെ എന്താ വേണ്ടത്? എനിക്ക് നിന്നോടൊരു അപേക്ഷയുണ്ട്. ഈ നിശ്ചയം നടത്തരുത്. അശ്വതിക്ക് ഇഷ്ടം. അശ്വതിയുടെ ഇഷ്ടമല്ല, എന്റെ ഇഷ്ടമാണ് പ്രധാനം. അതേ ഇവിടെ നടക്കൂ. സ്വന്തം മോളായിരുന്നെങ്കിൽ അവളുടെ ഇഷ്ടത്തിന് നീ എതിര് നിൽക്കുമായിരുന്നു. എല്ലാം നിന്റെ നേട്ടത്തിന് വേണ്ടിയല്ലേ? എന്റെ മോളെ നീ കൊന്നു, പേരക്കുട്ടിയെ കൂടി. കല്യാണ നിശ്ചയത്തിന് ഒരുങ്ങിയ വീടാ. ഇവിടെ തന്റെ മരണാനന്തര ചടങ്ങുകൾ കൂടെ നടത്താൻ ഇടവരുത്തരുത്. ഏതെങ്കിലും മുറി പോയി ഒതുങ്ങിക്കോണം. ഇവിടെ പുറത്ത് കാണരുത്. എന്നെ എതിർക്കാനോ ഇവിടെ നിന്ന് ഇറങ്ങി പോകാനോ ശ്രമിച്ചാൽ ഞാൻ ആദ്യം തീർക്കുന്നതാ ഈ പുരാവസ്തുവിനെ ആയിരിക്കും. കിളവനെ ജീവനോടെ കാണണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരുങ്ങിയിറങ്ങും. മാലിനി, ദാ അവരെത്തി. എത്തിയല്ലോ. നമസ്കാരം. കമ്മീഷണർ സാർ ഉദ്ദേശിക്കുന്ന പീപ്പിൾസ് വരാത്തതുകൊണ്ട് സാർ ഭയങ്കര സാഡ് ആയിരിക്കും. സീക്രട്ടായിട്ട് നടത്താൻ ഉദ്ദേശിച്ചിരുന്ന മാരേജ് ഡിസിഷൻ പബ്ലിസിറ്റി ആയപ്പോ എല്ലാം കലങ്ങി പറഞ്ഞു. മഹേന്ദ്രൻ നോട്ട് കമ്മിങ്. ഹി ആൻഡ് പാർട്ടി ട്രാഫിക് ബ്ലോക്ക്. എന്റെ അനുവാദമില്ലാതെ ആ ട്രാഫിക് ബ്ലോക്ക് മാറില്ല.